സെൻട്രൽ ആംഡ് പോലീസിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് ആംഡ് പോലീസ് ഫോഴ്സിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് അസിസ്റ്റന്റ് കമാൻഡന്റ് AC പോസ്റ്റിന്റെ അപ്ഡേറ്റ് ആയിരുന്നു നമ്മൾ മുൻപ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ടിഫിക്കേഷൻ വന്നു, 2026 നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ അതിന്റെ പരീക്ഷ നടക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിലവിൽ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഈ AC എന്ന് പറയുന്ന UPSC നടത്തുന്ന ഒരു ഉന്നതതല പരീക്ഷയാണ് കേട്ടോ. നല്ലൊരു റാങ്ക് തന്നെയാണ് AC എന്ന് പറയുന്ന IPSന്റെ അടുത്ത് ഇടപിടിക്കുന്ന ഒരു റാങ്ക് തന്നെയാണ് നമ്മുടെ AC പോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മെയിൻസും പ്രിലിംസും മെയിൻസും എല്ലാം ഒരുമിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിളും ഉണ്ട്. 2 പരീക്ഷ ഉണ്ട് കേട്ടോ. ആദ്യം ഒബ്ജക്റ്റീവാണ്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിലേക്ക് കിടക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് രാവിലെ 10 മണി മുതൽ 12 മണി വരെ ജനറൽ എബിലിറ്റി ആൻഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പരീക്ഷ ഉണ്ടാവുക. സബ്ജക്ട് കോഡ് 1 ആയിരിക്കും ഉണ്ടാവുക. സോ ഇത് MCQ ആയിരിക്കും കേട്ടോ. MCQ ടൈപ്പിലുള്ള ചോദ്യമായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഒരു ചോദ്യം ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിലൊന്ന് നമ്മൾ പേന വെച്ചിട്ട് കറപ്പിക്കുന്ന രീതിയായിരിക്കും ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം എന്തുണ്ടാവും, 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ജനറൽ സ്റ്റഡീസ് എസ്സേ ആൻഡ് കംപ്രഹെൻഷൻ എന്ന് പറയുന്ന ഭാഗമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. ഉത്തരം എഴുതി രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. അതിൽ എസ്സേ ഉണ്ട്, അതുപോലെ കംപ്രഹെൻഷൻ, പിന്നെ ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് മൊത്തത്തിൽ. അപ്പോൾ അതിൽ പ്രിസി റൈറ്റിംഗ്, അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമ്മൾ ഇംഗ്ലീഷിനോട് നല്ല ഫെമിലിയർ ആയിരിക്കണം. ഇംഗ്ലീഷ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. സബ്ജക്ട് കോഡ് 2 ആണ് വരുന്നത്. ഇംഗ്ലീഷാണ് ഇവിടെ നമ്മുടെ നല്ലതുപോലെ ടെസ്റ്റ് ചെയ്യുന്നത്. എസ്സേ റൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ എഴുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് വശമുണ്ടായിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. സോ നല്ലൊരു ഇത് തന്നെയാണ്, പരീക്ഷ തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ UPSC സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷനേക്കാളും കഷ്ടപ്പാടാണ് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത്. എന്തായാലും ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഇത് നമ്മുടെ UPSCൻ്റെ വെബ്സൈറ്റ് ആണ്, നിങ്ങൾക്കറിയാം. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ മറ്റ് വഴികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ലോഗിൻ ചെയ്യാനുള്ള മൊബൈൽ നമ്പറും, അതുപോലെ തന്നെ ഈ ഒരു ക്യാപ്ഷൻ കൊടുത്ത് OTP എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ലോഗിൻ ചെയ്ത് കയറി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. BSF, CRPF, CISF, അതുപോലെ തന്നെ SSB തുടങ്ങിയ നിരവധി പോസ്റ്റുകളിലേക്ക് അസിസ്റ്റന്റ് കമാൻഡിലേക്കുള്ള പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു UPSC വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ വേഗം തന്നെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള അപ്ഡേറ്റ് കൃത്യമായി ലഭിക്കാൻ പ്രോപ്പറായി ഫോളോ ചെയ്യാനും മറക്കേണ്ട.